ഏവർക്കും ABXY അക്കാദമി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് കോച്ചിങ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി എങ്ങനെ PSC രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം, PSCയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതായത് PSC ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് സെർവറിൽ എങ്ങനെ നിങ്ങളുടെ അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നയാളുടെ പ്രൊഫൈൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് PSC വെബ്സൈറ്റിൽ തങ്ങളുടെ ഒരു പ്രൊഫൈൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് PSC ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പ്രൊസീജിയറുകളെല്ലാം തന്നെ നടത്തുന്നത്. അപ്ലിക്കേഷൻ കൊടുക്കുന്നതും ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനായിട്ടാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ നിർമ്മിക്കേണ്ടതുണ്ട്. അത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് നിങ്ങളുടെ ഒരു ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി വേണ്ടതുണ്ട്. സാധാരണ ഫോട്ടോയല്ല, ആ ഫോട്ടോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളുള്ള ഫോട്ടോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സൂക്ഷിച്ചിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ 21 ജനുവരി ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ ആണ് ഫോട്ടോസ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഫോട്ടോയുടെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് തമ്മിലുള്ള സ്പെസിഫിക്കേഷൻ 150x200 പിക്സൽ ആണ്. 150x200 പിക്സൽ ഡയമെൻഷനുള്ള 30 KB താഴെ സൈസുള്ള ഒരു ഫോട്ടോ. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ കഴുത്തിന് താഴെ എഴുതിയിരിക്കണം. പിന്നീട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആയിരിക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ 150x200 പിക്സൽ 30 KB താഴെ സൈസ് 29 KB താഴെ എന്ന് പറയാം. അത്തരമൊരു ഫോട്ടോ ആദ്യം തന്നെ നിങ്ങളുടേത് സ്റ്റുഡിയോയിൽ പറഞ്ഞ് റെഡിയാക്കിയിരിക്കണം. അതിനുശേഷം ഈ പ്രൊഫൈൽ നിർമ്മിക്കാൻ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായി കണ്ടിട്ടുള്ളത് മോസില്ല ഫയർഫോക്സ് എന്ന ബ്രൗസറാണ്. മോസില്ല ഫയർഫോക്സ് ഇതാണ്, അറിയാമല്ലോ, മോസില്ല ഫയർഫോക്സിൻ്റെ ചിഹ്നം. ഇത് മറ്റൊരു ബ്രൗസറാണ്, ഗൂഗിൾ ക്രോം. ഞാനിവിടെ ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിൻഡോസും യൂസ് ചെയ്യാം. ഉബുണ്ടു യൂസ് ചെയ്താൽ ഈ ഗൂഗിൾ ക്രോമിൽ ചില ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് സക്സസ്ഫുൾ അപ്ലോഡിങ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രൗസർ ഫയർഫോക്സ് ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫയർഫോക്സ് ബ്രൗസർ തുറന്നു. അതിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ആ ഹോം പേജ് എടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ജസ്റ്റ് അടിച്ചാൽ മതി. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റിസൾട്ട് തന്നെ kerala.psc.gov.in എന്ന റിസൾട്ട് എത്തും. കണ്ടില്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് കേരള PSC. ഈ ഫസ്റ്റ് റിസൾട്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. PSCയുടെ വെബ്സൈറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്. PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വെബ്സൈറ്റിൽ പോകുന്നതിന് വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്തു, ഗൂഗിളിൽ കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു
വെബ്സൈറ്റിലാണ് നമ്മളെത്തിയത്. ഇതാ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഹോം പേജാണ്. ഇതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ എന്നൊരു ടാബും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് റിസൾട്ട് എന്നൊരു ടാബും കാണാം. അപ്പോൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ആളുകൾ ഈ ടാബാണ് എടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു വെബ്സൈറ്റിലേക്ക്, ഇതുപോലുള്ളൊരു പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രത്യേകത ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എക്സാമിനേഷൻ വിങ് ഡ്യൂ 1.0 എന്ന സെർവറിലാണ് ഇത് കിടക്കുന്നത്. മത്സര പരീക്ഷകൾക്കുള്ള ജോലിക്കുള്ള പരീക്ഷകളുടെ സൈറ്റിൻ്റെ പേര് തുളസി എന്നാണ്. നിങ്ങൾക്കറിയാം, സെർവറിൻ്റെ പേര് തുളസി എന്നാണ്. ഇത് സെർവർ ഡ്യൂ എന്ന സെർവറാണ്. നിലവിലുള്ള ആളുകൾ അവർക്ക് അവരുടെ പ്രൊഫൈലിൽ പ്രവേശിക്കുന്നതിനും പുതിയ ആളുകളുടെ രജിസ്ട്രേഷനും ഈ പേജാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിങ്ങൾ പുതിയ ആളുകളായതുകൊണ്ട്, ആദ്യമായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയായതുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. കണ്ടല്ലോ, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ളൊരു പേജിലാണ് എത്തിയത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് കണ്ടോ, ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫ് എന്നാണ്. അപ്പോൾ ഫോട്ടോ ഈ ഭാഗത്താണ് ബ്രൗസ് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ കാണുന്ന ഈ ബ്രൗസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഫോൾഡറുകളിലേക്ക് എത്തും. നിങ്ങൾ ആ ലൊക്കേഷൻ, എവിടെയാണ് നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 21 ജനുവരി ഫോട്ടോസ് എന്നുള്ള ആ ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഫോട്ടോയിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ, നേരത്തെ തയ്യാറാക്കി വെച്ച നിങ്ങളുടെ ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ധാരാളം ഫോട്ടോസ് ഇവിടെ എൻ്റെ ലൊക്കേഷനിൽ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്കാവുമ്പോൾ ഒരാളുടെ മാത്രമേ ഫോട്ടോ ഉണ്ടാവുകയുള്ളൂ. ആ ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കണ്ടോ, ഇവിടെ വന്നു നിങ്ങളുടെ ഫോട്ടോയുടെ പേര് ഓമന സി എന്ന ഒരാളുടെ ഫോട്ടോയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓമന സി എന്ന ആ ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് ഈ ടാബിൽ ഈ സ്പേസിൽ കാണാം. അതിന് ശേഷം അപ്ലോഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കണ്ടോ, ആ ഫോട്ടോ ഇവിടെ സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് കാണിച്ചു. കണ്ടോ, സക്സസ് എന്ന് കാണിച്ചു. ആ വ്യക്തിയുടെ ഫോട്ടോ ഈ സെർവറിൽ വന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾ പേര് കൊടുക്കുക. നിങ്ങളുടെ നെയിമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓമന സി ഇനീഷ്യൽ ഉണ്ടെങ്കിൽ പേരിന് ശേഷം ഫുൾ സ്റ്റോപ്പോ ഒന്നും ഇടാതെ സ്പേസ് ഇട്ടതിന് ശേഷം സി എന്ന് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഗാർഡിയൻ്റെ പേര് കൊടുക്കുക. ഗാർഡിയൻ ഭാര്യയാകാം, ഭർത്താവാകാം, അച്ഛനാകാം, അമ്മയാകാം. അങ്ങനെ ഗാർഡിയനുമായിട്ടുള്ള ബന്ധമാണ് റിലേഷൻഷിപ്പ് എന്നുള്ളടത്ത് കൊടുക്കേണ്ടത്. അതും കൊടുക്കുക. അതിനുശേഷം ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന ഈ പുൾ ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഉണ്ട് എന്നാണെങ്കിൽ, യെസ് എന്നാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. PH ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക, ഉണ്ടെങ്കിൽ മാത്രം. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഭാഗങ്ങളാണ്, അഡ്രസ്സ് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ആദ്യം പെർമനൻ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഹൗസ് നമ്പർ, പ്ലേസ്, സ്ട്രീറ്റ്, സിറ്റി, ഡിസ്ട്രിക്റ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ, ഒരു ആക്റ്റീവായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഹൗസ് നമ്പർ, പ്ലേസ്, സ്ട്രീറ്റ്, സിറ്റി, ഡിസ്ട്രിക്റ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്. ഇതെല്ലാം 1 by 1 ആയിട്ട് നൽകുക. അതിനുശേഷം മൂന്നാമതായിട്ട് ചോദിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഓൾറെഡി അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീ ഫിൽഡ് ആണ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം.
ഡിപ്പാർട്ട്മെൻറ്റും ഡെസിഗ്നേഷനും അതിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ, ടീച്ചർമാരുടെയൊക്കെ ആണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ, ജി എന്നടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിട്ടും. ജി ഓരോരുത്തരുടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ പ്രീ ഫിൽഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഇപ്പോൾ ഇതില്ല, എല്ലാ ഡെസിഗ്നേഷൻ ഓൾമോസ്റ്റ് ഓൾ ഡെസിഗ്നേഷൻസ് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. UPSA എന്നാണെങ്കിൽ കണ്ടോ, യു എന്നടിക്കുന്നതോടുകൂടി UPSAയുടെ യുവിൽ തുടങ്ങുന്ന ഡെസിഗ്നേഷൻ എല്ലാം വരും. അപ്പോൾ UPSA എന്ന് സെലക്ട് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണ് അടുത്തത്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് റെഗുലർ എന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കേണ്ടത്. ഡെപ്യൂട്ടേഷനിലുള്ളവർ എവിടെയെങ്കിലും ഏതെങ്കിലും കോർപ്പറേഷനിലോ SSAയിലോ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഡെപ്യൂട്ടേഷനിലുള്ളവർ മാത്രം റെഗുലർ ഓൺ ഡെപ്യൂട്ടേഷൻ എന്നുള്ളത് കൊടുത്താൽ മതി. അല്ലാത്തവരെല്ലാം തന്നെ റെഗുലർ എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒഫീഷ്യൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്കൂള്, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ നിൽക്കുന്ന കേട്ടോ. നേരത്തെ നിങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ അഡ്രസ്സാണ് ചോദിച്ചത്, അല്ലെങ്കിൽ വീട്ടഡ്രസ്സാണ് ചോദിച്ചത്. ഇപ്പോൾ സ്കൂൾ അഡ്രസ്സാണ് ചോദിക്കുന്നത്. സ്കൂളിലെ ഫോൺ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം. സ്കൂളിൽ ഫോൺ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ ഫോൺ ഇല്ലെങ്കിൽ ഓഫീസ് തലവൻ്റെ മൊബൈൽ ഫോൺ, അതായത് ഹെഡ് മാസ്റ്ററുടെ മൊബൈൽ ഫോണോ മറ്റോ കൊടുക്കാം. ഇനി നിങ്ങൾ സ്കൂളിലല്ല ഓഫീസിലാണെങ്കിൽ ഒഫീഷ്യൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ്. അത് മിക്കവാറും ആധാർ നമ്പർ എല്ലാവരും കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആധാർ കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, DL ലൈസൻസ് കൊടുക്കാം, വോട്ടേഴ്സ് ID കൊടുക്കാം, പെൻ നമ്പർ കൊടുക്കാം, പാൻ കാർഡ് ഏതും കൊടുക്കാം. ആധാർ കൊടുക്കുക. ആ ആധാർ എന്ന് സെലക്ട് ചെയ്യുക. ആധാറിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ പാൻ കാർഡ് എന്നാണ് സെലക്ട് ചെയ്തതെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ ടേംസ് ഓഫ് സർവീസാണ്. ടേംസ് ഐ അഗ്രി ദാറ്റ് ഫോർഗോയിങ് ഇൻഫർമേഷൻ ഈസ് കറക്റ്റ്. മുകളിൽ കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ എൻ്റെ ഉത്തമ വിശ്വാസത്തിൽ സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ രജിസ്ട്രേഷൻ മറച്ചു വെച്ചതായി തെളിഞ്ഞാൽ എൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമ്മതം കൊടുക്കുകയാണ്. സമ്മതം കൊടുക്കുന്നത് ഓൺലൈനായിട്ട് സമ്മതം കൊടുക്കുന്നത് ഇത് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ആ ഭാഗം കൊടുക്കുക. നെക്സ്റ്റ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൊടുത്തു. ഇത് കണ്ടോ, എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തു. ഓരോന്നായി ക്രമത്തിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം ആധാർ നമ്പറും എൻ്റർ ചെയ്തു. അതിനുശേഷം അഗ്രി ചെയ്തു. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ. ഇനി നിങ്ങൾക്ക് യൂസർ ID സെർവർ സജസ്റ്റ് ചെയ്യുന്ന യൂസർ ID ആണിത്. ഇത് കണ്ടോ, ഓമന C 2104. ഇത് തന്നെ മതിയെങ്കിൽ നിങ്ങൾ ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓമന C 2104 എന്ന് വരും. അല്ല, നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ ഇത് ടിക്ക് ഇടാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ ID ഓമന C എന്ന് മാത്രം കൊടുത്തു നോക്കാം. അത് അവൈലബിൾ ആണോ എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. ഓമന C കണ്ടോ, ആ ഓമന C എന്നുള്ള യൂസർ ID നോട്ട് അവൈലബിൾ ആണ്. യൂസർ നെയിം നോട്ട് അവൈലബിൾ. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളുടെ പേരിനോട് സാമ്യമുള്ള ഓമന 69 എന്ന് കൊടുത്ത് നോക്കാം. ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, യൂസർ നെയിം അവൈലബിൾ, ദാറ്റ് യൂസർ നെയിം ഈസ് അവൈലബിൾ. അപ്പോൾ അതായി. പിന്നെ നിങ്ങളുടെ യൂസർ നെയിം അത് ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. ഓമന 69 എന്നുള്ളതാണ് നിങ്ങളുടെ യൂസർ നെയിം. ഇനി നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളാണ് സെറ്റ് ചെയ്യുന്നത്. പാസ്വേഡ് എപ്പോഴും നിങ്ങൾ ജനിച്ച വർഷം
ജനിച്ച വർഷം തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ സപ്പോസ് 1969 ജനിച്ച ഒരാളാണെങ്കിൽ 1969 എന്ന് കൊടുക്കുക. ഒന്നുകൂടെ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക 1969. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ടെക്സ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MTXDKF സബ്മിറ്റ് കൊടുക്കുക. സേവ് ചെയ്യണമെന്ന് ചോദിക്കും. സേവ് എന്ന് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കാണിക്കും ഓമന സി യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്, പ്ലീസ് ലോഗിൻ വിത്ത് യുവർ യൂസർ നെയിം. കണ്ടോ, ഓമന 69 എന്ന യൂസർ നെയിം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു യൂസർ ആയി കഴിഞ്ഞു, യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഇത് നേരത്തെ ഒരുപാട് അടിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. നേരത്തെ ഒരുപാട് ഇഷ്ടംപോലെ ചെയ്തത് കൊണ്ടാണ്. ഓമന 69 എന്നുള്ളതായിരുന്നു നമ്മുടെ യൂസർ നെയിം. ഓമന 69 എന്നിവിടെ കൊടുത്തു. 1969 എന്ന് കൊടുത്തു. പാസ്വേഡ് 9 സ്മോൾ കേസ് സെൻസിറ്റീവ് ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കണം. ഈ ക്യാപ്സ്ക അതായത് ഈ ടെക്സ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കണമല്ലോ, ഈ ബോക്സിൽ അടിച്ചു കൊടുക്കണം. 9A3 ക്യാപിറ്റൽ B സ്മോൾ എ ക്യാപിറ്റൽ P. അത് തെറ്റാതെ ക്ഷമയോടുകൂടി അടിച്ചു കൊടുത്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിച്ചു. ഇതാണ് നിങ്ങളുടെ പ്രൊഫൈൽ. ആദ്യം തന്നെ നിങ്ങൾ പ്രൊഫൈലിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ റെഡിങ്കിൽ ലിങ്ക് യുവർ ആധാർ വിത്ത് പ്രൊഫൈൽ എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. നിങ്ങളുടെ ഈ ആദ്യത്തെ ബോക്സിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നെയിം ആധാറിലുള്ളതുപോലെ നെയിം ഓമന സി എന്ന് കൊടുത്തു. അതിനുശേഷം UIDA ആധാർ ബേസ്ഡ് ഓതൻറ്റിഫിക്കേഷന് സമ്മതം കൊടുത്തു. ലിങ്ക് വിത്ത് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഐദർ നെയിം ഓർ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് പേരിലെന്തോ പ്രശ്നമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ആധാർ കാർഡിലേതുള്ളതുപോലെയല്ല പേരെന്നാണ്. അപ്പോൾ മിക്കവാറും ഇനീഷ്യലാവും പ്രോബ്ലം. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ ഒഴിവാക്കി. എന്താണോ നിങ്ങളുടെ ആധാർ കാർഡിലെ പേര് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആയിരിക്കണം പ്രൊഫൈലിലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ ആധാറിൽ എന്തോ കുഴപ്പമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് ഞാൻ പിന്നെ ചെയ്തോളാം. ഇത് ആധാർ ലിങ്ക് ആവുന്നില്ല. ഇനി ക്യാപിറ്റലാണോ പ്രശ്നം എന്ന് നോക്കാം. ഓമന അല്ല, അതുമല്ല. അപ്പോൾ ഒന്നുകിൽ പേരിലോ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങളുടേത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളേത് അവിടെ ലിങ്ക്ഡ് എന്ന് കാണിക്കും. സക്സസ്ഫുള്ളി ലിങ്ക്ഡ് എന്ന് ഇവിടെ കാണിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ്, നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് നോക്കുന്ന ഒരു രജിസ്ട്രേഷൻ കാർഡ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിനുവേണ്ടി ഈ വലത്ത് ഭാഗത്ത് ഫോട്ടോയുടെ താഴെ മൈ രജിസ്ട്രേഷൻ കാർഡ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. മൈ രജിസ്ട്രേഷൻ കാർഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് രജിസ്ട്രേഷൻ കാർഡ് എന്നുള്ളത് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു PDF രജിസ്ട്രേഷൻ കാർഡ് ഓപ്പൺ ചെയ്ത് വരും. കണ്ടോ, നിങ്ങളുടെ PDF രജിസ്ട്രേഷൻ കാർഡ്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാം. ഇതിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. കണ്ടോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഈ ഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ യൂസർ നെയിം ഇതിനകത്ത് ഉണ്ടാകും. പാസ്വേഡ് ഉണ്ടാകില്ല, യൂസർ നെയിം ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം. കണ്ടോ, സേവ് എ കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫോൾഡറിൽ വേണമെങ്കിലും ഇത് സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാനതിന് പേരിട്ട്
പേരിട്ട് ഞാനത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ സേവ് ചെയ്തു. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ നിർമ്മിക്കുന്നത്. ഇനി അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്ലൈ ഫോർ ടെസ്റ്റ് എന്നുള്ള ഒരു ടാബ് കണ്ടോ അപ്ലൈ ഫോർ ടെസ്റ്റ് കണ്ടില്ലേ? അപ്ലൈ ഫോർ ടെസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല, ആധാർ ലിങ്ക് ചെയ്യാൻ പറയും. ഇനി ആധാർ ഐ വിൽ ഡു ലേറ്റർ, ഞാൻ പിന്നീട് ചെയ്തോളാം എന്നാണ്. ഐ വിൽ ഡു ലേറ്റർ എന്ന് പറഞ്ഞാൽ നോ ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും അവൈലബിൾ അല്ല. ഞാനിത് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ഇല്ല, അതായത് വിളിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് വിളിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ നിർമ്മിക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ എന്തിനാണ് ഇതിൽ കയറിയത്? ടൈം ടേബിൾ നോക്കാനാണോ, അപ്ലിക്കേഷൻ കൊടുക്കാനാണോ ഈ പ്രൊഫൈലിൽ കയറിയത്? ആ കയറിയതിന് ശേഷം നമ്മൾ ഓരോ തവണ ഇറങ്ങുമ്പോഴും ലോഗ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലോഗ് ഔട്ട്. ഈ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഒരു 3-4 സ്ഥലത്ത് എഴുതി വെക്കുക. കാരണം ഇത് മറന്നു പോയാൽ പിന്നീട് ഇത് റിക്കവർ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. മറന്നു പോയവർ പുതിയത് ഉണ്ടാക്കുകയല്ല വേണ്ടത്, PSCയിൽ വിളിച്ചത് റിക്കവർ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു 4-5 സ്ഥലത്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് PSCയുടെ പ്രൊഫൈൽ നിർമ്മിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളുടെയും സമഗ്രമായ ഓൺലൈൻ കോച്ചിങ് ഞങ്ങളുടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 7034326184. വാട്സപ്പ് ഓൺലിയാണ്. വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക, വാട്സപ്പ് ചാറ്റിലൂടെ മാത്രം ബന്ധപ്പെടുക. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല. വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ മറുപടി ലഭിക്കുന്നതായിരിക്കും. KSR, KFC, ഇൻട്രൊഡക്ഷൻ, KTC, KER, മുനിസിപ്പൽ ആക്ട് ആൻഡ് റൂൾസ്, പഞ്ചായത്ത് രാജ് ആക്ട്, MOP, അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ്, മുനിസിപ്പാലിറ്റി ഫിനാൻഷ്യൽ കോഡ്, ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളുടെയും സമഗ്രമായ ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രത്യേകത റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് അറ്റൻഡ് ചെയ്താൽ മതി. സൗകര്യമുള്ള ദിവസം സൗകര്യമുള്ള സമയത്ത്, അതായത് ഒരാഴ്ചയിൽ 10 മണിക്കൂർ മിനിമം അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്ലാസ്സും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് മിസ്സാവില്ല. ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ വിഷയങ്ങളുടെയും സമഗ്രമായ കോച്ചിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ വാട്സപ്പിലൂടെ മറുപടി തരുന്നതാണ്. സൗജന്യമായി തന്നെ കോച്ചിങ്ങിന് ചേരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാ സർവീസും സൗജന്യമാണ്. ഓക്കെ, ബൈ.